ഹലോ കൂട്ടുകാരെ, ഞാൻ ഒരു കഥ പറയാം. ഞാൻ ICUവിൽ ജോലി ചെയ്യുന്ന സമയം അവിടെ രാഘവൻ എന്നൊരാൾ അഡ്മിറ്റായിരുന്നു. കഠിനമായ ന്യൂമോണിയ കാരണം അദ്ദേഹം വല്ലാതെ തളർന്നിരുന്നു. കൂട്ടിന് ഭാര്യ മാത്രം. രാഘവൻ ചേട്ടൻ ആരോടും മിണ്ടില്ല, മരുന്നുകളോട് പോലും. ശരീരം വേണ്ടത്ര പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം രാവിലെ ഞാൻ അദ്ദേഹത്തിന്റെ ചാർട്ട് നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അന്ന് അദ്ദേഹത്തിന്റെ 60ാം ജന്മദിനമായിരുന്നു. ഞാൻ ഉടനെ കൂടിയുള്ള നഴ്സുമാരോട് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചെറിയ കേക്ക് വാങ്ങി. വൈകുന്നേരം ഡ്യൂട്ടി മാറുന്നതിന് മുൻപ് ഞങ്ങൾ എല്ലാവരും കൂടി രാഘവൻ ചേട്ടന്റെ ബെഡിന് അരികിൽ ഒത്തുകൂടി. കൈയിൽ മെഴുകുതിരി കത്തിച്ച കേക്കുമായി ഞങ്ങൾ പാടി, ഹാപ്പി ബർത്ത്ഡേ രാഘവൻ ചേട്ടാ. അദ്ദേഹം പതുക്കെ കണ്ണു തുറന്നു. ആദ്യം വിശ്വസിക്കാനായില്ല. വിറക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം കേക്ക് മുറിച്ചു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും തലയിൽ കൈവച്ച് അദ്ദേഹം അനുഗ്രഹിച്ചു. പിന്നീട് അദ്ദേഹം സന്തോഷവാനായിരുന്നു. മരുന്നുകൾ കൃത്യമായി കഴിച്ചു. ആ ആത്മവിശ്വാസം അദ്ദേഹത്തെ വേഗത്തിൽ സുഖപ്പെടുത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഡിസ്ചാർജായി പോകാൻ റെഡിയായി. പോകുന്നതിന് മുൻപ് അദ്ദേഹം വന്നു. കയ്യിൽ ഒരു പൊതിയും ഉണ്ടായിരുന്നു. ആ പൊതിയിൽ വാർഡിലെ എല്ലാ നഴ്സുമാർക്കും വേണ്ടി ഓരോ പുതിയ പേനകളും മധുരപലഹാരങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ പേന കൊണ്ട് എഴുതുന്ന ഓരോ മരുന്നും രോഗികൾക്ക് ജീവൻ നൽകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പടിയിറങ്ങി. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.